തള്ളൂർ ഗ്രന്ഥാലയം വാർഷികവും ടി.കെ. രാമചന്ദ്രൻ അനുസ്മരണവും തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാല വാർഷികവും അനുസ്മരണവും നടന്നു. പി. സുമോദ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ആ സമരത്തിന്റെ തുടർച്ചയെന്നോണം നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ സന്ധിയില്ലാത്ത പിന്മടക്കമില്ലാത്ത പോരാട്ടങ്ങൾ വൈദേശികാധിപത്യത്തിനെതിരെ നടന്ന ഉജ്ജ്വലമാർന്ന മുഹൂർത്തങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരം സമര പോരാട്ടങ്ങളുടെ പന്ഥാവിലേക്ക് ഈ നാടിൻ്റെ പ്രതിനിധിയായി പ്രിയപ്പെട്ട ശ്രീ കോമ്പുകുട്ടി മേനോൻ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ യൗവനം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ എത്രമാത്രം അവർ ഈ നാടിനു വേണ്ടി കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഈ കാലത്തെ തലമുറ എന്ന രൂപത്തിൽ ഞാനും നിങ്ങളുമെല്ലാം ആ പോയകാല പൂർവ്വസൂരികളെ ഓർക്കേണ്ട ചരിത്രപരമായ കടമ ഒരു ഗ്രന്ഥാലയം എന്ന രൂപത്തിൽ ഇവിടെ ബഹുമുഖ പരിപാടികളാകെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സായന്തനം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാനം നേത്ര ചികിത്സാ ക്യാമ്പായാലും ഫുഡ് ഫെസ്റ്റ് ആയാലും വോളിബോൾ ടൂർണമെന്റ് ആയാലും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളാകുന്ന പ്രോഗ്രാമുകൾ എങ്ങനെയാണ് പുതിയ കാലത്ത് വായന എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശരീരത്തിന് എങ്ങനെയാണോ ആരോഗ്യത്തിന് നടത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യായാമം പോലെയാണ് മനസ്സിന്റെ വ്യായാമം എന്ന രൂപത്തിൽ വായനയെ ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലയിലെ മികച്ച ബി ഗ്രേഡ് ഗ്രന്ഥശാലയ്ക്ക് തരൂർ ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ ടി.കെ. രാമചന്ദ്രൻ പുരസ്കാരം പട്ടാമ്പി കീഴായൂർ EMS കലാസമിതി വായനശാല ഭാരവാഹികളായ AS വിജയൻ, KC മോഹനൻ എന്നിവർ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷനായി. സിനിമ, ടെലിവിഷൻ കലാകാരന്മാരായ റിയാസ്, ശ്രീഹരി എന്നിവർ മുഖ്യാതിഥികളായി. എഴുത്തുകാരൻ ആര്യാട് സനൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല വൈസ് പ്രസിഡന്റ് TK വിശ്വനാഥൻ പതാക ഉയർത്തി. തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E രമണി, ഗ്രന്ഥശാല പ്രസിഡന്റ് KG രാജേഷ്, സെക്രട്ടറി A സഹദേവൻ, KP കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി EP ചിന്നക്കുട്ടൻ, മാധ്യമപ്രവർത്തകൻ ജോബ് ജോൺ, ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി MM ബക്കർ എന്നിവർ സംസാരിച്ചു. ഗായകൻ ശ്രീഹരിയുടെ നേതൃത്വത്തിൽ ഗാനമേളയുമുണ്ടായിരുന്നു.